ഗുഡ് ഈവനിങ് ഡേസ്, ഗുഡ് ഈവനിങ് നോസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. വീണ്ടും IT കമ്പനീസിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, പക്ഷെ അതൊന്നും വകവെക്കാതെ റിലയൻസും ITC ഉൾപ്പെടെയുള്ള ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ പിൻബലത്തോടെ നിഫ്റ്റി 28,000 റേഞ്ചിലാണ് അപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനേഴ്സായിട്ട് HDFC ലൈഫ്, ടാറ്റ സ്റ്റീൽ, ITC, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. ONGC, വിപ്രോ, എറ്റേണൽ, ആദാനി എന്റർപ്രൈസസ്, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനീസിൽ. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $46 ഉയർന്ന് 4,923, സിൽവർ ഏകദേശം ഒരു 2.67% ഉയർന്ന് 75, ബിറ്റ്കോയിൻ 65,000. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സ്ഡ് സെന്റിമെന്റ്സ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ കാണാം 150 പോയിന്റ് പ്ലസ്സിലാണ്. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ്സിലാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 3% ക്രാഷ് ചെയ്തു. ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിലുള്ള ഒരു വൺ ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ IT കമ്പനീസിൽ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സുഗമമാവുന്നില്ല, ഒരു കൺഫേം ആവുന്നില്ല. ഈ എയുടെ വരവ് ഏത് രീതിയിലാണ് IT കമ്പനീസിനെ ബാധിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ഫോർമുലയിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. ആളുകളുടെ എണ്ണം കുറയും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ ഹെഡ് കൗണ്ട് കുറഞ്ഞാൽ അത് പ്രോഫിറ്റ് അല്ലേ എന്ന് വേറെ വിഭാഗം ബാധിക്കുന്നു. അങ്ങനെ വളരെ കൺഫ്യൂസ്ഡായിട്ടാണ് ഈ IT കമ്പനീസ് ഇപ്പോൾ ഉള്ളത്. അതിനിടെ എല്ലാ ടെക് ഭീമന്മാരല്ലാത്ത കമ്പനീസ് പോലും AI വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി മുന്നേറുന്നുണ്ടെന്നുള്ളതും നമ്മൾ ഈ സമയങ്ങളിൽ കണ്ടു. അപ്പോൾ എനിവേ എല്ലാം വളരെ സുഗമമായിട്ട് നടക്കട്ടെ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം നിഫ്റ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരുപാട് കമ്പനീസ് IT നിന്നാണ് ഉള്ളത്. അപ്പോൾ IT വലിയ ഒരു ചലനം മുന്നോട്ടില്ല എങ്കിൽ വളരെയധികം നിഫ്റ്റിക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാവും. പക്ഷേ ഇതിനിടെ എടുത്തു പറയേണ്ട കാര്യം FISൻ്റെ ഒരു പാർട്ടിസിപ്പേഷനാണ്. FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 995 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഓൾ ടുഗദർ 1350 കോടി രൂപയുടെ സെല്ലാണ് മന്ത്ലി അടിസ്ഥാനത്തിലുള്ളത്. പക്ഷേ സ്റ്റിൽ അവർ FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 995 കോടി രൂപയുടെ ബയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. ഇനി നമുക്ക് നേരെ മറ്റുള്ള സ്റ്റോക്കുകളുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, കമ്മോഡിറ്റി, ഓപ്ഷൻ, ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് പഠിക്കാം. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം BL ക്യാഷപ്പ് ആൻഡ് സെൻസ് കമ്പനിയാണ്. ഇവർക്ക് നോയിഡയിൽ നിന്ന് ഒരു ഹൗസിംഗ് പ്രൊജക്റ്റ് ലഭിച്ചു. 300 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഭാരത് ഫോർജ് കമ്പനി VVDനായിട്ട് കൊളാബ് ചെയ്ത് ഡിഫൻസ് ആൻഡ് AI സൊല്യൂഷന് വേണ്ടിയിട്ട് കമ്പനി കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. TVS മോട്ടോഴ്സ് കമ്പനി 1 മില്യൺ വെഹിക്കിൾ ഇന്തോനേഷ്യയിൽ അവർ സെല് ചെയ്തു എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ കമ്പനി അച്ചീവ് ചെയ്തു. അദാനി പോർട്ട് കമ്പനി IMPSC ആയിട്ട് ഒരു പുതിയ പോർട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കരാറ് കമ്പനി സൈൻ ചെയ്തു. L&T ടെക്നോളജി 12 മാസത്തിനുള്ളിൽ കമ്പനി 500 AI പേറ്റൻറ്റുകൾ കമ്പനി സ്വന്തമാക്കുമെന്നാണ് കമ്പനി പറയുന്നത്. സഫാരി ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ 20 വർഷത്തെ ഒരു ലോങ് ടൈം ലൈസൻസ് കാർട്ടൺ കമ്പനിയായിട്ട് സൈൻ ചെയ്തു. കജാരിയ സെറാമിക് കമ്പനി കജാരിയ അഡ്ഹസീവിൽ ഉള്ള 25% സ്റ്റേക്ക് കൂടി കജാരിയ സെറാമിക് അക്യൂർ ചെയ്തു. ജ്യോതി സ്ട്രക്ചർ കമ്പനി ഇവർ പ്രൊജക്ട് വീർ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സ്റ്റോക്ക് നിന്ന് 10% റാലി രേഖപ്പെടുത്തിയിരുന്നു. RVNL 1200 കോടി രൂപയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഇൻഫ്ര പ്രൊജക്റ്റ് കമ്പനി ചെയ്യുന്നുണ്ട്. ക്രോംപ്ടൺ ഗ്രേവ്സ് കമ്പനി ഇവർ AC സ്റ്റെബിലൈസർ അവർ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. പവറോമക്ക് കമ്പനി 1000 കോടി രൂപയുടെ ഓർഡർ അദാനി പവറിൽ നിന്ന് ലഭിച്ചു. ഓറിയൻ പ്രോ കമ്പനി ഡാറ്റാ സെൻറ്റർ പുതിയതായിട്ട് അവർ ഇനാഗ്രേറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. E2E കമ്പനി ഇവർ NVIDIA ആയിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെടുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. സ്പോർട്ടിംഗ് ഇന്ത്യ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സ്റ്റോക്കുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്ത് അക്യൂർ ചെയ്യുന്നു എന്നുള്ള ന്യൂസുകളാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ IT കമ്പനികളിൽ ഒരു മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിഫ്റ്റിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇവിടെ Q2 റിസൾട്ട് ഫലങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഇൻഡിവിജ്വലായിട്ടുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ US മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചർ +120 നമുക്ക് നേരെ
ഈ എക്സ്റ്റെൻഡ് അവേഴ്സിൽ US IT കമ്പനീസിൻ്റെ ഒരു പ്രകടനം എന്ന് കാണാം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസം US IT കമ്പനീസിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഇപ്പോൾ തലവേദന കണ്ടുവരുമ്പോൾ. ഏറ്റവും ടോപ്പിൽ അസഞ്ചർ പോസിറ്റീവാണ്, എൻവിഡിയ 2%, ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇൻ്റൽ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കമ്പനീസ് ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ കാണാൻ തൊട്ടപ്പുറ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഒരു വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോകുന്നത് FISൻ്റെ ആക്ടിവിറ്റീസാണ്. FIS നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അവർ മന്ത്ലി അടിസ്ഥാനത്തിൽ ഈ ഒരു മാസത്തിലാണ് ഏറ്റവും കുറവ് സെല്ല് നടത്തിയിരിക്കുന്നത്. മന്ത്ലി അടിസ്ഥാനത്തിൽ FIS ഈ ഒരു മാസമാണ് ഏറ്റവും കുറവ്. അതിനു മുമ്പുള്ള എല്ലാ മാസങ്ങളിലും അവർ വലിയ തോതിൽ ഒരു സെല്ലേഴ്സ് ആയിരുന്നു. നമുക്ക് മന്ത്ലി അടിസ്ഥാനത്തിലുള്ള അവരുടെ പ്രകടനം കാണാം. ഇപ്പോൾ ജാനുവരിയിൽ നോക്കുകയാണെങ്കിൽ 41,000 കോടി രൂപ സെല്ല് നടത്തി. അതിനു മുമ്പുള്ള ഡിസംബർ 34,000 കോടി രൂപ, നവംബർ കാണാം 17,500 കോടി രൂപ, ഒക്ടോബർ 2,346 കോടി രൂപ, സെപ്റ്റംബർ 35,000, ഓഗസ്റ്റ് 46,000, ജൂണിൽ കാണാം 47,000. അപ്പോൾ മന്ത്ലി അടിസ്ഥാനത്തിൽ അവർ വലിയ തോതിലുള്ള സെല്ലാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം ജാനുവരി മാസം ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു 1,300 കോടി രൂപയുടെ നെറ്റ് സെല്ലാണ്. അപ്പോൾ അത് നമുക്ക് FIS ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വരികയാണ് എന്നുള്ള ഒരു 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 ഫീല് ജനിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു ആക്ടിവിറ്റിയാണ് FISൻ്റെ ഉള്ളത്. കാരണം ഇന്നലെ പോലും FIS ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ തോതിൽ മാർക്കറ്റ് വോളറ്റിലായിട്ട് പോലും FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സായിരുന്നു. 995 കോടി രൂപയുടെ ബയേഴ്സാണ് ഇന്നലെ നടന്നത്. അപ്പോൾ ഇന്നലെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയതും ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് പിടിച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂസുകൾ, ഗ്ലോബൽ ആക്ടിവിറ്റീസ് അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, പലതരത്തിലുള്ള രീതിയിലേക്കൊക്കെ പോകാം. പക്ഷേ FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആണെങ്കിൽ നമ്മളുടെ നിഫ്റ്റി ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ശക്തമായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് FISൻ്റെ ഒരു പാർട്ടിസിപ്പേഷനാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും മന്ത്ലി അടിസ്ഥാനത്തിൽ ഓരോ മാസത്തെ കണക്കുകൾ വരുമ്പോഴും മന്ത്ലി അടിസ്ഥാനത്തിൽ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് കോൺട്രിബ്യൂഷൻ 30,000 കോടി രൂപയിലേക്ക് കടക്കുന്നുണ്ട്. അതാണ് അടുത്ത നമ്മളുടെ ഒരു സ്ട്രെങ്തായിട്ട് നിൽക്കുന്ന ഒരു ഘടകം. ഇപ്പോൾ FISും മ്യൂച്വൽ ഫണ്ടും ഒരുമിച്ച് മുന്നേറി ആണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇതിനിടയിൽ നമ്മൾ റീറ്റെയിലേഴ്സ് കുറേ സ്റ്റോക്കുകളിൽ പെട്ടിട്ടുണ്ടാവും. മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോഴും ചില ആളുകൾക്ക്, ചില ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഇല്ലാതിരിക്കാം. പക്ഷേ നിഫ്റ്റി മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. കുറച്ചെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോ ഇൻഡെക്സ് ഫണ്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും. എനിവേ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.